ധർമ്മയുദ്ധം അതിൻ്റെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു. ഒന്നാം ദിവസം തന്നെ അങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് മകൻ അച്ഛനെ കണ്ടില്ല, അച്ഛൻ മകനെയും കണ്ടില്ല, ചേട്ടൻ അനുജനെ കണ്ടില്ല, അമ്മാവൻ മരുമകനെ കണ്ടില്ല. പാണ്ഡവന്മാർ കുരുക്കളിൽ ആവേശത്തോടു കൂടി ഏറ്റ സമയത്ത് അവർ പരസ്പരം ആരോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ പോരാടി. ചിലർ തേർക്കൂട്ടത്തിൽ തേരോടിച്ചു ചെന്ന് ഏറ്റു, ചിലർ നുകം കൊണ്ട് നുകം മുറിച്ചിട്ട് വാശിയോടെ ചൊടിച്ച് ഏറ്റു. കൂപരം കൂട്ടിമുട്ടിച്ച് തമ്മിൽ കൊല്ലാനുറച്ച് പോരാടി. മതം ചാടുന്ന മതയാനകളോടുകൂടി കോപത്തോടുകൂടി കൊമ്പ് കോർത്തു, പരസ്പരം കുത്തിപ്പിളർത്തു. കൊടിയാടുന്ന കൊമ്പന്മാർ പരസ്പരം ഏറ്റ് കൊമ്പ് കുത്തി താഴ്ത്തുകയാൽ തന്നെ ചിഹ്നം വിളി മുഴങ്ങി. നന്നായി ഇണങ്ങിയ കൊമ്പന്മാർ മതം ചാടുന്ന മുഖത്തോടുകൂടി ഇഷ്ടി, തോമരം, നരാജം എന്നിവയെ ഏറ്റു. മതം പിളർന്ന് വേദനിച്ച് ചിഹ്നം വിളിയോടുകൂടി മരിച്ചു വീണു. ഭയാനകമായി അവ അലറി. ചില ഗജങ്ങൾ 10 ദിക്കിലേക്ക് ഓടി. മാർ വിരിഞ്ഞതും യുദ്ധമെടുത്തവരുമായ ആനക്കാരും കാവൽക്കാരും വില്ലിനാലും നല്ല മഴുവിനാലും ഗദയാലും തോമരത്താലും ഇരുമ്പ് ഉലക്കയാലും നീണ്ടു വിളങ്ങുന്ന വാളിനാലും പരസ്പരം കൊല്ലുവാനൊരുങ്ങി കൈമെയ് മറന്നുകൊണ്ട് പോരാടി. മനുഷ്യരക്തത്തിൽ കുളിച്ച് വാളുകൾ ആ ശൂരന്മാർ പരസ്പരം പാഞ്ഞെടുക്കുമ്പോൾ തിളങ്ങുന്നതായി കണ്ടു. വീരന്മാരായ യോദ്ധാക്കൾ കൈകൊണ്ടുലച്ച് വീശുന്ന വാളുകൾ ശത്രുമർമ്മത്തിൽ വീഴുമ്പോൾ ബഹളമായ ശബ്ദമുണ്ടായി. കരീന്ദ്രന്മാരുടെ, അതായത് വലിയ ആനകളുടെ ചവിട്ടേറ്റ യോദ്ധാക്കളും ജനങ്ങളുടെ ആർപ്പുവിളിക്ക് ഇടയിൽ അവ്യക്തമായി ഞരങ്ങി പറയുന്നത് കേൾക്കാമായിരുന്നു. ചിലരൊക്കെ ചാമരം ചാർത്തിയ കുതിരകളെ ഓടിച്ച് അശ്വഭടന്മാർ ഹംസങ്ങൾ പറക്കുന്നത് മാതിരി പാഞ്ഞെടുത്തു. അവർ ഏറ്റു പരസ്പരം. ശൗര്യമേറിയ അശ്വങ്ങളാൽ ചിലർ തേരുകളുടെ അടുത്ത് ചെന്ന് ഏറ്റു. മൂർച്ചയേറിയ ഭല്ലങ്ങളാൽ അമ്പിൻ്റെ മാർഗത്തിലെത്തുന്ന സമയത്ത് കൊന്നുവീഴ്ത്തി. പൊന്നണിഞ്ഞ ആനകൾ മിന്നലണിഞ്ഞ കാർമേഘങ്ങളെപ്പോലെ ചീറിപ്പാഞ്ഞ് ശത്രുഗജങ്ങളെ തട്ടിവിട്ട് പരസ്പരം ചവിട്ടി അരച്ചു. യോദ്ധാക്കളുടെ കുന്തങ്ങളേറ്റ് ആനകൾ പള്ളക്കീറി വേദനിച്ച് ആർത്ത് വിളിച്ചു. കുതിരകളോട് കൂടിയ സാധികളെ ചില ഗജങ്ങൾ മർദ്ദിച്ച് ഭീകരമായി കൊന്നു. നരിത്തോലിലും പുലിത്തോലിലും ഉണ്ടാക്കിയ വാളിൻ്റെ ഉറകൾ വലിച്ചെടുത്ത് ചിലർ ശത്രുക്കളെ വെട്ടി. വാളുകൾ ചെന്നേറ്റ മനുഷ്യർ അരിയപ്പെട്ടു. കൈകളറ്റ് ചിലർ അലറി. വാരിയലൊടിഞ്ഞ് മറ്റു ചിലർ പുളഞ്ഞു. നട്ടെല്ല് തകർന്ന് ചിലർ ദാഹിച്ചു വലഞ്ഞ് ഗതികെട്ട് വീണ് വെള്ളമെന്ന് തൊണ്ട വരണ്ട് ശബ്ദിച്ചു. ചിലർ ശൂരന്മാരായ ക്ഷത്രിയന്മാരെ പരസ്പരത്തോടുകൂടി ക്രോധത്തോടുകൂടി ശപിച്ചു. ആ സങ്കുല യുദ്ധത്തിൽ പരസ്പരം അറിയാതെ പിതാവ് പുത്രനെ വധിച്ചു, പുത്രൻ പിതാവിനെ കൊന്നു, അമ്മാവൻ മരുമകനെ കൊന്നു, ഭാഗിനേയൻ മാതുലനെ കൊന്നു, സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കൊന്നു. പ്രകാരം കുരുപാണ്ഡവന്മാരുമായി പോരാടി അതിരുവിട്ട് ഭയം കൂടുമാറ് യുദ്ധം കൊടുമ്പിരി കൊണ്ടു.